നിങ്ങളുടെ ഗ്രൂപ്പ് ഓഫ് സ്ഥാപനങ്ങളുടെ പേര് ആത്മ എന്നാണ് അല്ലേ? ആത്മ. സോ എന്താണ് ആത്മ എന്ന് പറയുന്ന ആ ഒരു സംരംഭങ്ങളുടെ പിന്നിലുള്ള ആ ഒരു ആശയം, അതേപോലെ തന്നെ ആത്മ എന്നുള്ള പേരെങ്ങനെയാണ് സെലക്ട് ചെയ്യാൻ കാരണം? 2021 ജൂലൈ 15 ഞാൻ ആത്മ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എൻ്റെ മെഡിക്കൽ ഡിഗ്രി കഴിഞ്ഞ് എൻ്റെ കോളേജിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ആത്മ എന്നുള്ള നമ്മളുടെ ഇത്. പനച്ചിക്കാട് ഒരു 4 കെട്ടിലാണ് നമ്മൾ ഒരു 4 കെട്ട് റെൻ്റ് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം ആത്മ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ഒരു 3 റൂമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ കിടത്തി ചികിത്സയുള്ള ഒരു IP ഹോസ്പിറ്റലായിട്ട് തന്നെയാണ് ആത്മ സ്റ്റാർട്ട് ചെയ്തത്. ആത്മ എന്നുള്ള പേര് എല്ലാവർക്കും അറിയാവുന്ന പോലെ സോൾ എന്നുള്ളതാണ്. അപ്പോൾ സോൾ ടച്ച് ചെയ്യുക, ആരോഗ്യത്തിലേക്കൊരു യാത്ര എന്നുള്ളതാണ് ആത്മയുടെ ടാഗ്ലൈൻ. അപ്പോൾ ആരോഗ്യത്തിലേക്കൊരു യാത്ര പോകാൻ ഏറ്റവും ആത്മാർത്ഥമായി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടായ്മ എന്നുള്ളതാണ് ആത്മ എന്നുള്ളത്. സോ അവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ കേരളത്തിൽ ഏതാണ്ടൊരു 6 ജില്ലകളിലായിട്ട് നമുക്കൊരു 8ഓളം ബ്രാഞ്ചുകൾ ആത്മയ്ക്കുണ്ട്. പിന്നീട് IP-യും OP-യും ഒക്കെ നമ്മളിപ്പോൾ കോട്ടയത്ത് IP സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ കൊച്ചിയിൽ OP എന്ന് പറഞ്ഞാൽ ഔട്ട് പേഷ്യൻറ്റ് ക്ലിനിക്കാണ്. വന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. ഇപ്പോൾ അഭ്യംഗോ ധാരയോ മസാജോ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അവർക്ക് വേണ്ടിയുള്ള മെഡിസിൻസ് എല്ലാം എടുത്ത് അവർക്ക് പോവാം. അപ്പോൾ അങ്ങനെ OP ക്ലിനിക്ക് കോട്ടയത്തുണ്ട്, കൊച്ചിയിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കോഴിക്കോടുണ്ട്, തൃശ്ശൂരുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ OP ക്ലിനിക്കുണ്ട്. കൂടാതെ IP സെൻറ്റേഴ്സ് ഇപ്പോൾ നമുക്ക് കോട്ടയത്തും തേക്കടിയിലും നമുക്ക് കൊല്ലത്തും എല്ലാം IP സെൻറ്റേഴ്സും ഉണ്ട്. ഈ മസാജിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ചോദിക്കാനുള്ളത്. ഏറ്റവും കൂടുതൽ മസാജ് പാർലറുകളുള്ളൊരു സ്ഥലം കൊച്ചിയാണ്. അപ്പോൾ ഈ മസാജ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് പലതരത്തിലുള്ള മസാജുകളുണ്ട്. ട്രഡീഷണൽ ആയുർവേദിക് മസാജുണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ തായ് സ്റ്റൈലിൽ മിക്സ് ചെയ്തുള്ള മസാജുകളുണ്ട്, അരോമ തെറാപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സ്വീഡിഷ് മസാജുകളുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് മസാജ് ഉണ്ട്. അപ്പോൾ ഈ ആയുർവേദിക് മസാജുകളിൽ നമ്മൾ നമ്മുടെ ആയുർവേദിക് തൈലങ്ങളും അതുപോലെയുള്ള പല സംഭവങ്ങളും ഉപയോഗിച്ചാണല്ലോ ചെയ്യുന്നത്. പിന്നെ വേറെ ഒരു തരത്തിലുള്ള മസാജ് എന്താണെന്ന് ഡോക്ടർക്ക് അറിയാം. കാരണം മറ്റ് പല കുത്സിതങ്ങൾക്കും വേണ്ടിയുള്ള മസാജ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും ഉണ്ട്. ശരിക്കും അത് മാറ്റി നിർത്താം നമുക്ക്, നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ട. ഒരു മസാജ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇത് ചെയ്യുന്ന ആളുടെ ഒരു എക്സ്പെർട്ടൈസ് ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ലേ? 100% അത് വളരെ കൺസൾട്ട് ചെയ്യുന്നതല്ലല്ലോ, ചെയ്യുന്ന ആളുടെ ഒരു എക്സ്പെർട്ടൈസ് അല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ചെയ്യുന്ന ആളുടെ എക്സ്പെർട്ടൈസ് 100% ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ കൺസൾട്ടേഷൻ എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആണോ? കാരണം വെച്ചാൽ കൺസൾട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ചില ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ പറ്റി അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഒരു ബൈപ്പാസ് കഴിഞ്ഞ ഒരാൾ, അല്ലെങ്കിൽ കാർഡിയാക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ഉള്ള ഒരാൾ, അയാൾക്ക് മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടർക്കാണ്. നിങ്ങൾക്ക് മുട്ടുവേദനയുണ്ട്, ആയുർവേദ ഡോക്ടറാണോ നിർബന്ധമില്ല? ആയുർവേദ ഡോക്ടറാണ് ആത്മയിൽ ആയുർവേദ ഡോക്ടേഴ്സാണ് അത്. നിങ്ങളൊരു മിക്സ് ഓഫ് അതെ നാച്ചുറോപ്പതി ആൻഡ് ആയുർവേദയാണ് എല്ലായിടത്തും. അതെ, ആയുർവേദ ഡോക്ടറാണ് അവരെ ഗൈഡ് ചെയ്യുന്നത്. എന്താണ് എങ്ങനെയാണെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, മാനിപ്പുലേറ്റീവ് തെറാപ്പി എന്നുള്ളത് നാച്ചുറോപ്പതിയിലും പഠിക്കാനുള്ളൊരു സബ്ജക്റ്റാണ്. 3rd ഇയറിലൊരു ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസാജ് ഉണ്ട്. ഇപ്പം സുധീരൻ പറഞ്ഞ പോലെ തായ് മസാജ് ഉണ്ട്, സ്വീഡിഷ് മസാജ് ഉണ്ട്, അഭ്യംഗമുണ്ട്, പലതരത്തിലുള്ള മസാജ്, സോൾട്ട് ഗ്ലോ മസാജ് ഉണ്ട്, പലതരത്തിൽ ഹെൽത്തി ആയിട്ടുള്ള മസാജുകളുണ്ട്, ഉദ്വർത്തനമുണ്ട്, ഈ വെയിറ്റ് ലോസിനൊക്കെ വേണ്ടി ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മസാജ് ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ചാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ആ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡോക്ടർ അവിടെ ഉണ്ടായാലാണ് ഏറ്റവും ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയുന്ന സ്പാ മസാജ്, ഈ പറഞ്ഞ മറ്റൊരു സൈഡിലല്ലാതെ സ്പാ മസാജ് നല്ല അങ്ങനത്തെ മസാജ് ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ, ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റിന് കൊടുക്കാൻ പറ്റും. പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റിൻ്റെ കൂടി സ്പെസിഫിക്കേഷൻ വരുമ്പോൾ അതൊരു ഡോക്ടറുടെ ഒരു മോണിറ്ററിങ്ങിൽ, ഡോക്ടർ ഒബ്സർവേഷനിൽ, ഡോക്ടർ സജഷനിൽ വരുമ്പോഴാണ് ഈ മസാജുകൾ കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. ഇപ്പോൾ സുഹിത്യനോടെ പോകുന്നു, നിങ്ങളുടെ പർപ്പസ് പറയുന്നു, ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഉദ്വർത്തനമായിരിക്കും, അതായത് പൗഡർ മസാജ്, ആയുർവേദിക് പൗഡർ മസാജ് ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് സോൾട്ട് ഗ്ലോ മസാജ് ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, നോർമൽ ഒരു ഫുൾ ബോഡി ഓയിൽ മസാജ് ആയിരിക്കും. ആ ഓയിൽ ഏതാണ് എന്നുള്ളതാണ്. ആ ഓയിൽ നിങ്ങളുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ചായിരിക്കും തീരുമാനിക്കേണ്ടത്. ആ ഓയിൽ നിങ്ങളുടെ ചിലപ്പോൾ വേദനകൾ അനുസരിച്ചായിരിക്കും തീരുമാനിക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങളുടെ മുട്ടിൻ്റെ അവിടെ നിങ്ങൾക്ക് വേദന ഉണ്ടായിരിക്കും, അപ്പോൾ നിങ്ങളുടെ ഹോൾ ബോഡി ഉപയോഗിക്കുന്ന ഓയിലല്ല, മുട്ടിൻ്റെ അവിടെ നിങ്ങൾക്ക് മുറിവെണ്ണയായിരിക്കും ഉപയോഗിക്കേണ്ടത്. സോ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് എക്സ്പീരിയൻസിലുള്ള തെറാപ്പിസ്റ്റിൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളൊരു രജിസ്റ്റേർഡ് ഡോക്ടർ ഉണ്ടെങ്കിലാണ് അതിനെ കൂടുതൽ വൃത്തിയായിട്ട് ആളുകൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നത്. വൃത്തി ഇൻ ദ സെൻസ് ഞാൻ പറയുന്നത് കൂടുതൽ എഫക്റ്റീവായിട്ട് ആളുകൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നത്.
എഫക്റ്റീവ് ഡെലിവറിക്കാണ് ഒരു ഡോക്ടറുടെ സപ്പോർട്ടോടുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു തെറാപ്പിസ്റ്റ് വേണ്ടത്. 100% എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റ് കൊണ്ട് മാത്രമേ ഇതുപോലുള്ള ഏത് സെൻറ്ററും വിജയിക്കത്തുള്ളൂ. അല്ലാതെ ഒരു ഡോക്ടർ, നല്ല ഡോക്ടർ ഇരുന്ന് അകത്ത് പഠിച്ച് 3 മാസം കഴിഞ്ഞ് ഒരു പയ്യനെ ഇൻറ്റേൺഷിപ്പിൽ എടുത്ത് മസാജ് ചെയ്യിപ്പിച്ചാൽ അത് ഒരിക്കലും എഫക്റ്റീവ് ആവണമെന്നില്ല. ഇതൊരു മിക്സാണ്, ഇത് കൃത്യമായിട്ടുള്ള മിക്സാണ്. അപ്പോൾ ആ മിക്സിലാണ് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാകുന്നത്.